നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഘു വീട്ടിലേക്ക് വരുന്നു. രഘുവേട്ടൻ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് മഞ്ചാടി ചോദിക്കുന്നു. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ പോയതാണ്. രഘുവേട്ടനെ കണ്ടില്ല എന്ന് പറഞ്ഞ് അമ്പിളി ചേച്ചി വല്ലാത്ത ദേഷ്യത്തിലാണ്. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? എനിക്ക് പല സ്ഥലത്തും പോകേണ്ടി വരും. എന്നാൽ പിന്നെ എങ്ങും പോകാതെ ഇവിടെ തന്നെ വന്നിരിക്കാം. ആ വിനയൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അമ്പിളി എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇത് കേട്ട് അമ്പിളി പറയുന്നു, വിനയൻ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ല. അപ്പോൾ വിനയന് പറയാൻ എന്നോട് എന്തെങ്കിലും ഉണ്ടോ എന്നും അമ്പിളി ചോദിക്കുന്നു. രഘു ഭാനുഅമ്മയോട് പറയുന്നു, വിനയൻ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്ന് അമ്പിളിയോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ആദിലിന്റെ സ്വർണം വിൽക്കാൻ രഘുവിനെ നിർബന്ധിച്ചതും കൂട്ടുനിന്നതും അമ്പിളിയല്ലേ? മറ്റുള്ളവരുടെ മുതൽ തട്ടിയെടുക്കുന്നത് നല്ലതല്ല എന്ന് അനന്തൻ മാഷ് പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ രഘുവിനെ നിയന്ത്രിക്കാൻ അമ്പിളി നോക്കുന്നു. ആദിൽ ജയിലിൽ, അയാളുടെ ഭാര്യയും കുട്ടിയും പെരുവഴിയിൽ. എന്നിട്ട് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്താ കാര്യം? രഘു അവർക്കൊരു വീട് വാങ്ങിക്കൊടുക്കണം, ആദിലിന്റെ ഭാര്യയ്ക്കൊരു ജോലിയും. വിനയൻ ഇതൊക്കെ ചെയ്യുന്നത് ചീരുവിനെ എങ്ങനെയും അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ വരെ അവൻ ചീരുവിനെ ഉപദ്രവിക്കാൻ നോക്കിയതാണ്. ആ സ്ഥിതിക്ക് അവൻ സിസേറിയൻ കഴിഞ്ഞു കിടക്കുന്ന ചീരുവിനെയും ഉപദ്രവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി വിനയൻ ഹോസ്പിറ്റലിലുള്ള ബാക്കി പൈസ അടക്കാൻ വേണ്ടി ഇന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നു. 1 ലക്ഷം രൂപ അന്ന് സത്യന്റെ കയ്യിൽ നിന്നും വാങ്ങിയതൊക്കെ ഹോസ്പിറ്റലിൽ ബില്ലടച്ചു കഴിഞ്ഞു. ഇനി ബാക്കി കൂടി അടക്കണം. ഇല്ലെങ്കിൽ ആ തുക രഘു അടക്കും. അതുകൊണ്ട് 50,000 രൂപ കൂടി കടമായിട്ട് തരുമോ എന്ന് ഇന്ദ്രനോട് വിനയൻ ചോദിക്കുന്നു. വിനയൻ ചോദിക്കാൻ കാത്തിരുന്നതുപോലെയാണ് അനുപമയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് 50,000 രൂപ കൂടി ഞാൻ തരാമെന്ന് ഇന്ദ്രൻ പറയുന്നത്. അത് കടമായിട്ടല്ല, തിരിച്ചു തരേണ്ട എന്നുകൂടി ഇന്ദ്രൻ പറയുന്നു. ഇന്ദ്രന്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പൈസയുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ പൈസയ്ക്ക് ആവശ്യം വന്നാൽ ദാസാറിന്റെയോ സച്ചിൻ സാറിന്റെയോ അടുത്തേക്കാകും കടം ചോദിക്കാൻ പോകുന്നത്. ഇന്ദ്രനും വിനയനും പറ്റിയ കൂട്ടുകാരാണ്. രണ്ടുപേരും നന്നായി യോജിക്കും. എപ്പോൾ വേണമെങ്കിലും രണ്ടിന്റെയും സ്വഭാവം ഒന്നിനെ പോലെ മാറിക്കൊണ്ടിരിക്കും. വിനയൻ വരുമ്പോൾ ഇന്ദ്രൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 50,000 രൂപ ഇന്ദ്രൻ കൊടുക്കുമെന്ന് മനസ്സിലായപ്പോൾ സൈക്കോ വിനയൻ ഇന്ദ്രനോട് വല്ലാത്ത സ്നേഹം. ഇന്ദ്ര, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്നോട് പറയുക, ഞാൻ ആരോടും പറയില്ല. ഏഷ്യനി, അസൂയ, തമ്മിൽ തല്ലിക്കൽ ഇതുകൊണ്ട് നടക്കുന്നവനാണ്, ആരോടും പറയില്ലത്രേ. ഇന്ദ്രൻ സുശീലയെക്കുറിച്ച് ജയിലിൽ നിന്ന് പോലീസ് പറഞ്ഞ കാര്യങ്ങളാണ് ഓർത്തിരുന്നത്. സുശീലയെ ജയിലിൽ കുറെ പേർ ചേർന്ന് തല്ലി ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ പോയി കാണണമെന്ന് വിനയന്റെ ഉപദേശം. ഇന്ദ്രൻ ആലോചിക്കാമെന്ന് പറയുന്നു. ഇന്ദ്രൻ സുശീലയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ പരദൂഷണം വിനയൻ ഇത് അനന്തൻ മാഷിന്റെ ചെവിയിലെത്തിക്കും. ഇന്ദ്രൻ ഹോസ്പിറ്റലിൽ വരുന്നു. സുശീലയെ കാണുന്നു. അമ്മയെന്ന് വിളിക്കുമ്പോൾ, അമ്മയോ, നീ ആ വിളിയൊക്കെ ഓർക്കുന്നുണ്ടോ ഇന്ദ്ര എന്ന് സുശീല ചോദിക്കുന്നു. സലോമി തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുന്നുണ്ട്. ഇന്ദ്രൻ സലോമിയെ നോക്കി, ഇവളാണോ അമ്മയെ തല്ലിയതെന്ന് ചോദിക്കുന്നു. അതെ എന്ന് സുശീല പറയുന്നു. എന്നിട്ട് എന്താണ് അമ്മ ഇവൾക്കെതിരെ പരാതി കൊടുക്കാതിരുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കുന്നു. എന്നിട്ട് വേണം സുശീലയ്ക്ക് ജയിലിൽ കിടന്ന് തല്ലുകൊള്ളേണ്ടി വന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കാൻ. സുശീലയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ചോദിക്കാൻ സുശീലയ്ക്കറിയാം. അപ്പോൾ സുശീല സലോമിയോട് പകരം ചോദിക്കാനാണ് പോകുന്നത്. സുശീലയെ എവിടെയും ജയിപ്പിക്കണമല്ലോ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.